പലരും ഇന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല ഡയറ്റ് പ്ലാൻസും ചൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്, കീറ്റോ ഡയറ്റ്, ഫ്രൂട്ടേറിയൻ ഡയറ്റ്, അങ്ങനെ പല വ്യത്യസ്ത രീതിയിലുള്ള ഡയറ്റ് പ്ലാൻസ് നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് വെയിറ്റ് കുറയുന്നില്ല. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന് എന്തെങ്കിലും ഒരു റൂട്ട് കോസ് ഉണ്ടാവും. ഒരു കാരണമില്ലാതെ നമുക്ക് വെയിറ്റ് കൂടത്തില്ല. നമ്മളെ ഫുഡ് ഫാക്ടർ മാത്രമല്ല, പല ഫാക്ടേഴ്സ് കൊണ്ടും നമുക്ക് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ റീസൺസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ബേസിസിൽ നമുക്ക് ഒരു ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് എന്താണെന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. വെയിറ്റ് ഗെയിൻ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. പല ഡയറ്റ് പ്ലാൻസും പല മീഡിയ പ്ലാറ്റ്ഫോംസിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ പല ടിപ്സുകൾ ഫോളോ ചെയ്തിട്ട് ഒന്നും ഈ വെയിറ്റ് കുറയുന്നില്ല, അല്ലെങ്കിൽ ഡയറ്റ് എടുത്തിട്ടൊന്നും വെയിറ്റ് കൺട്രോൾ ആയി വരുന്നില്ല. അപ്പം നമുക്ക് ഐഡിയൽ വെയിറ്റ് അല്ലെങ്കിൽ ഐഡിയൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഹൈറ്റിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് വേണം. ഒരു ബോഡി മാസ് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് നമ്മൾ ഹൈറ്റ് ഇപ്പോൾ ഉദാഹരണം ഒരു 160 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് വരേണ്ടത് ഒരു 58, ഒരു +2 ഒരു -2, 60 kg അല്ലെങ്കിൽ 62 kg അല്ലെങ്കിൽ 58 kg, ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ BMI കൂടുതൽ എന്ന് പറയുമ്പം അത് ഒബേസ് ആണ്. ഒരു 30+ ഒക്കെ കഴിഞ്ഞിട്ടുള്ള BMI ഒക്കെ ആണെങ്കിൽ അത് ഒബേസ് കാറ്റഗറിയിലാണ് പറയുന്നത്. എന്നാൽ 18+ താഴെയാണെങ്കിൽ BMI കാണിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഹൈറ്റിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള വെയിറ്റ് വരണം. ഒരുപാട് പേഷ്യൻസ് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്, ഈ ഒരു ഹൈറ്റിന് എത്ര വെയിറ്റ് വരണം, എങ്ങനെയാണ് വെയിറ്റും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഹൈറ്റിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള വെയിറ്റ് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരിക. ഇനി ഈ വെയിറ്റ് കൂടി വരിക, നമ്മളിപ്പോൾ ഡയറ്റ് എടുത്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളൊരു ഫാക്ടർ ആണെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ടും ചെയ്യേണ്ട കുറേ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റുകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ബേസിക് ആയിട്ടും ചെയ്യുക. തൈറോയ്ഡ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ, ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ അത് വെയിറ്റ് ഗെയിനിങ് അതിൻ്റെ പ്രോമിനൻറ്റ് സിംറ്റം അല്ലെങ്കിൽ ലക്ഷണമായിട്ട് നമുക്ക് പറയാം. സെക്കൻഡ് തിങ്, നിങ്ങൾക്കിപ്പം മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഒക്കെ ഈ വെയിറ്റ് ഗെയിനോടൊപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വയറിൻ്റെ സ്കാനിങ് എടുത്തു നോക്കുക. USG ഓഫ് അബ്ഡമൻ ആൻഡ് പെൽവിസ് എടുത്തു കഴിഞ്ഞാൽ ഓവറീസിൽ എന്തെങ്കിലും സിസ്റ്റിക് ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ അതിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ ഫൈബ്രോയിഡ് ടെൻഡൻസീസ് ഒക്കെ ആണെങ്കിലും അതൊരു വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസസുകൾ കൂടുതലാണ്. അപ്പം മെയിൻലി ഈ 2 ഹോർമോൺ ഇംബാലൻസ് ആണ് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ മെനോപോസ് ഒരു 50+ ആയിട്ടുള്ള ആളുകൾക്ക് വെയിറ്റ് ഗെയിനിങ് ഉണ്ടെങ്കിൽ അവിടെ ഈസ്ട്രജൻ ഇംബാലൻസ് ആണ് മെയിൻലി കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈസ്ട്രജൻ ഇംബാലൻസ് കാരണമാണ് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാകുന്നത്. അപ്പോൾ മെയിൻലി ഈ ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് പ്ലസ് നമ്മളെ ഇറഗുലർ ഡയറ്റ് പ്ലാൻസ് ആണ് മെയിൻലി ഒരു വെയിറ്റ് ഗെയിനിലേക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുമ്പം നമ്മൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. തൈറോയ്ഡ് കൺട്രോൾ ചെയ്യുക, അതിനോടൊപ്പം തന്നെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ആയിട്ടുള്ള ഈസ്ട്രജൻ ആൻഡ്രജൻ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന പ്രക്രിയനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ബോഡിയിലെ ഇൻസുലിൻ, അതായത് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ മെറ്റബോളിസത്തിൽ അല്ലെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷന് ഇംബാലൻസ് വരുന്നു. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വെയിറ്റ് ഗെയിൻ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഊർജ്ജം ആക്കാതെ അല്ലെങ്കിൽ ഫാറ്റ് കൺവേർഷൻ നടക്കാതെ ഊർജ്ജമാക്കി നമ്മുടെ ബോഡി അതിനെ മേക്കപ്പ് ചെയ്തെടുത്തോളും. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു എനർജീനെ ബോഡി ഡയറക്റ്റ് ആയിട്ട് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് പിന്നെയും വെയിറ്റ് ഗെയിനിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരിക, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിയെടുക്കുക. അതിന് നിങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം. ഇതിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ്, അത് ബ്രൗൺ റൈസ് എടുക്കുക, അത് ഒരു 30% മാത്രം.
അതിനോടൊപ്പം തന്നെ ധാരാളം ഫൈബറുകൾ കൂട്ടിയെടുക്കുക, ഫാറ്റുകളും പ്രോട്ടീൻസുകളും കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ച് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പാർഷ്യലി നമുക്ക് പറയാം, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ഫ്രൂട്ട്സുകൾ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കും. ലൈക്ക് ഇപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് മാംഗോ, ജാക്ക് ഫ്രൂട്ട്, ഗ്രേപ്സ്, ചിക്കു എല്ലാം. ഇതൊക്കെ പിന്നെയും വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ധാരാളം നട്ട്സുകൾ കഴിക്കുക. അത് വെയിറ്റ് ലോസിനും അതേപോലെ തന്നെ വയറ് നിറയ്ക്കാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അതിപ്പോൾ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും നട്ട്സിലും സീഡ്സിലും ഒക്കെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. റൈസിൽ നിങ്ങൾ കൂടുതൽ ബ്രൗൺ റൈസ് കഴിക്കുക. നിങ്ങളിപ്പോൾ 100 ഗ്രാം ബ്രൗൺ റൈസ് കഴിക്കുമ്പോൾ അതിൽ കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു 100 കലോറീസ് മാത്രമേ അതിൽ അടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഒരു വൈറ്റ് റൈസ് കഴിക്കുകയാണെങ്കിൽ 100 ഗ്രാം വൈറ്റ് റൈസ് ആണെങ്കിൽ അതിൽ അറൌണ്ട് 130 to 150 കലോറീസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻസ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കലോറി വൈറ്റ് റൈസിനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാക്ടേഴ്സൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു കാർഡിയോ വർക്കൗട്ടുകളോ സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് വർക്കൗട്ടുകളോ ഡെയിലി നിങ്ങളൊരു ലൈഫ് പാറ്റേൺ ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഈ ഡയറ്റ് എടുത്തുകൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് കുറയത്തില്ല. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സും അത്യാവശ്യമാണ്. കലോറി, അതായത് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജത്തിനെ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അത് ഭക്ഷണമായിട്ടും വ്യായാമമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്